മുഖേ വാത്സല്യാമൃതവർഷിണീം സുമധുര സങ്കീർത്തനാലാപിനി ശ്യാമാംഗീം മനസിദ്ധസൂക്തിം അമലാനന്ദാത്മികാമീശ്വരീ സമാരംഭാം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം സവിസ്മൃതിപരായണാം നമാമി ഭഗവത്പാദം ശങ്കരം കവിരാചാര്യം കേശവമാതരായണ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗി വ്യോമവ്യക്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഗുരുധാരണയും അധ്യായം 2 ആനികം 9. സ യഥോർണനാഭേ തന്തുനോച്ചരേ യഥാ അഗ്നേഃ ക്ഷുദ്രാ വിസ്ഫുലിംഗാ വിച്ഛരന്തി ഏവമേവ അസ്മാദാത്മനഃ സർവേ പ്രാണാഃ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി വിച്ഛരന്തി തസ്യോപനിഷത്ത് സത്യസ്യ സത്യമിതി പ്രാണാ വൈ സത്യം യേഷാം ഏഷ സത്യം. ഇവിടെ പ്രാണാദിഭി സദ്ഭി കഥം നിർഭേദാത്മനഃ. സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ ആത്മതത്വത്തെ വിശദീകരിക്കുകയാണ്. ശരി, സുഷുപ്തിയെ ഒരു ദൃഷ്ടാന്തമായിട്ടെടുക്കാം. അത് സ്വാനുഭവമാണ്. ദൃഷ്ടാന്തമാക്കി ചിന്തിക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. അനുഭവത്തെക്കാൾ വലിയൊരു ദൃഷ്ടാന്തമില്ല. എന്നാൽ
അനുഭവത്തെ ദൃഷ്ടാന്തമാക്കുകയാണെങ്കിൽ എല്ലാ അനുഭവങ്ങളെയും അംഗീകരിക്കേണ്ടി വരും. പ്രാണാദിഭി സദ്ഭി, സുഷുപ്തി മാത്രമല്ലല്ലോ അനുഭവം, ഈ ജാഗ്രത അനുഭവമാണ്. സ്വയം നോക്കിയാലും ഉണ്ടെന്നിരിക്കുമ്പോൾ ഈ പ്രാണനും മറ്റും കാണുന്നുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ പരദൃഷ്ടിയിലാണെങ്കിലും ഉറങ്ങുന്നവനിൽ പ്രാണൻ ഉണർന്നിരിക്കുന്നു. കഥം നിർഭേദതാത്മന, ഈ അദ്വയം എന്ന് പറയുന്നത് എങ്ങനെ സമ്മതിക്കാൻ പറ്റും? അദ്വൈതമാണ് പറയേണ്ടത്. സുഷുപ്തിയിൽ നിന്നും വ്യതിരിക്തമായി ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കെ കേവല സുഷുപ്തിയുടെ അനുഭവത്തെ എടുത്തിട്ട് അദ്വൈതം എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? അവിടെ എന്ത് ചെയ്യുന്നു? ഒരനുഭവത്തെ അംഗീകരിക്കുന്നു, മറ്റുള്ള അനുഭവങ്ങളെല്ലാം നിഷേധിക്കുന്നു. സുഷുപ്തിയെ അംഗീകരിച്ചുകൊണ്ട് അദ്വൈതം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാഗ്രതത്തിനെ അംഗീകരിച്ചുകൊണ്ട് ദ്വൈതവും പറയേണ്ടി വരും. രണ്ടിനും പ്രാധാന്യമാണ്. സുഷുപ്തിയേക്കാൾ പ്രാധാന്യം ജാഗ്രതത്തിനാണ്. കാരണം സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ജാഗ്രതത്തിൽ വന്നാലേ പറ്റൂ. അവിടെ ചിന്ത നടക്കുന്നില്ല, ഗാഠനിദ്രയിൽ ചിന്തയില്ല. അപ്പോൾ എന്തിനെക്കുറിച്ചും ചിന്തിക്കുന്നത് ജാഗ്രതത്തിലാണ്. എങ്ങനെ അദ്വൈതം പറയാൻ കഴിയും എന്നാണ്. ഈ ജാഗ്രതത്തിൽ ദ്വൈതത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, നിർഭേദത, ഭേദശൂന്യമായ അഭേദം. നിർഭേദത എന്ന് വെച്ചാൽ അഭേദം. ആ അഭേദത്തെ എങ്ങനെ പറയാൻ കഴിയും? പറയുന്നു ആത്മന്യേവ തദധ്യാസ ശുക്തികാരവിതാധിപർ. അത് പ്രാണാദികൾ ആത്മന്യേവ, ഏതൊരു സ്വരൂപത്തെയാണോ ആ സുഷുപ്തിയിൽ പ്രാപിച്ചിരുന്നത് ആ സ്വരൂപത്തിൽ തന്നെയാണ് പ്രാണാദികൾ. ആ സ്വരൂപത്തിലാണെങ്കിലും അത് വേറെയാണല്ലോ അനുഭവിക്കുന്നത്. എങ്ങനെ ഉണർന്നു വരുന്നു, പ്രാണനെ അനുഭവിക്കുന്നു, എന്നിട്ട് ഞാൻ പറയുന്നു എന്റെ പ്രാണൻ, എന്റെ മനസ്സ്, എന്റെ ബുദ്ധി, എന്റെ ശരീരം. അവിടെ ഞാൻ ശരിയാണ്, ആ സുഷുപ്തനായിരുന്നു തന്നെ. പക്ഷെ എന്റേത് വേറെയാണല്ലോ. പറയുന്നു അധ്യാസ, എന്നിൽ നിന്ന് അന്യമല്ല. ആ ഭേദം ഒരു പ്രതീതി മാത്രമാണ്. പ്രതീതിയായാൽ, പ്രതീതി എന്ന് വെച്ചാൽ അനുഭവം, അനുഭവമായാൽ അനുഭവമായതുകൊണ്ട് തന്നെ അത് സത്യമാണല്ലോ. അനുഭവം ആയതുകൊണ്ടത് നമ്മൾ കരുതുന്ന വിധത്തിൽ സത്യമല്ല, മറിച്ചത് ശുക്തികാരചിതം പോലെയാണ്. ശുക്തികാരചിതം, ശുക്തിക എന്നുള്ള നിലയ്ക്ക് രചിതം സത്യമാണ്. ശുക്തികയിൽ നിന്ന് വേറെ എന്നുള്ള നിലയ്ക്ക് രചിതം അധ്യാസമാണ്. എന്നുവെച്ചാൽ സത്യമല്ല. അതുപോലെ ഇതെല്ലാം ആ സുഷുപ്തനായ ആത്മാവാണ് എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ആ സത്ത് തന്നെ. അല്ല, ഇതിൽ അനുഭവിക്കുന്ന ഈ ഭേദബുദ്ധി എന്റേത്, അത് സത്യമല്ല. അതിന് പറയുന്നു അധ്യാരോപിതം, അധ്യാസം. അതുകൊണ്ട് ഇവിടെ സൃഷ്ടിയെക്കുറിച്ചുള്ള ചർച്ചയാണ്, ജാഗ്രത സൃഷ്ടിയെക്കുറിച്ച്. ഭാഷ്യകാരനടുത്ത് പറയും പൂർണ്ണതാഭി ദൃഷ്ടാന്തം ചലന്തി
അഗ്നി വിസ്ഫുലിംഗ ദൃഷ്ടാന്തം, തീപ്പൊരിയുടെ എല്ലാം സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ സൃഷ്ടിയെക്കുറിച്ചാണ്. കഥം തദിതി ദൃഷ്ടാന്തേ പൂർണ്ണനാഭ്യാതിരുച്യതേ വാസ്തവം വൃത്തമാപേക്ഷ നത്വയം സൃഷ്ടിരാത്മനഃ. അതാണ് ഇവിടുത്തെ മുഖ്യമായ ദൃഷ്ടാന്തം. സൃഷ്ടിയെ അംഗീകരിക്കുന്നു. സൃഷ്ടി ആർക്കും നിഷേധിക്കാൻ വയ്യ. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുഭവത്തിനെന്താ പ്രാമാണ്യമുള്ളത്? അപ്പൊ അനുഭവത്തെ നിഷേധിക്കുകയല്ല ഉദ്ദേശം. പക്ഷെ ആ സൃഷ്ടി കൊണ്ട് ഇവിടെ ദ്വൈതം സംഭവിക്കുന്നില്ല. അതാണ് സൃഷ്ടി ആ സൃഷ്ടാവിൽ നിന്നും അന്യമാകുന്നില്ല. സൃഷ്ടാവ് തന്നെയാണ് സൃഷ്ടിയായിരിക്കുന്നത്, പ്രതീതമാകുന്നത്. അല്ല, ഞാൻ സൃഷ്ടിയെ മാത്രമേ കാണുന്നുള്ളൂ, സൃഷ്ടാവിനെ കാണുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആ പ്രതീതി, നിങ്ങളുടെ അനുഭവം ശരിയല്ല. ആ സൃഷ്ടിയിൽ കാണേണ്ടത് സൃഷ്ടാവിനെയാണ്. കഥം തതി ദൃഷ്ടാന്തേ ഉണ്ണനാഭ്യാതിരുച്യതേ. ഉണ്ണനാഭി തുടങ്ങിയ ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നു. എന്താണ്? വാസ്തവം വൃത്തം അപേക്ഷ. ആ പരമാർത്ഥത്തെ ഇവിടെ പറയുകയാണ്. ഇവിടെ ശ്രുതി ബോധിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന പരമാർത്ഥത്തെയാണ്. നമ്മൾ എന്താണോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേദം പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്കറിയാം, ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി ചേർന്ന് ഓരോ ജീവനെ അത് ബോധിപ്പിക്കുകയാണ്. ഇത് രൂപമാണ്, രസമാണ്, ഗന്ധമാണ്, ശബ്ദമാണ്, സ്പർശമാണ്. അതിനെന്തിനാ വേദത്തിന്റെ ആവശ്യം? വേദം എന്താണ്? ഇതിലെന്തെങ്കിലും വാസ്തവവും പരമാർത്ഥവും ഉണ്ടോ? ആ പരമാർത്ഥമാണ്. അപ്പോൾ വേദത്തിൽ സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്നത് ആ പരമാർത്ഥത്തെ അപേക്ഷിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ആ പരമാർത്ഥത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് സൃഷ്ടിയെ ആശ്രയിക്കുന്നത്. അല്ലാതെ ഇവിടെ സ്വതന്ത്രമായി ആ സൃഷ്ടാവിൽ നിന്നും വേറിട്ട് നിൽക്കുന്നൊരു സൃഷ്ടിയില്ല. നാസതോ ജന്മനാ യോഗഃ സദസത്വാൻ നചേഷ്യത്തെ കൂടസ്ഥേ വിക്രിയ നാസ്തി തസ്മാത് അജ്ഞാനതോ ജനി. നാസതോ ജന്മനാ യോഗഃ. അസത്തിന് ജന്മമുണ്ട്. ഇത് ഗീതയിലെ നാസതോ വിദ്യതേ ഭാവം, നാഭാവോ വിദ്യതേ സത്. അസത്തിനെങ്ങനെ ജന്മം ഉണ്ടാകും? ഇല്ലാത്തതിനെങ്ങനെ ഉത്പത്തി ഉണ്ടാകും? ഇല്ലാത്തതെന്താണ്? ഈ പ്രപഞ്ചം തന്നെ. ഉത്പന്നമായി എന്ന് നമ്മൾ കരുതുന്ന ഈ പ്രപഞ്ചം അത് ഇല്ലാത്തതാണ്. അതങ്ങനെ ഉത്പത്തി, സ്ഥിതി, നാശം മൂന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ട് പ്രപഞ്ചത്തിന്റെ. പിന്നെ അതെങ്ങനെ ഇല്ലാത്തതാകും? നമ്മൾ കാണുന്ന രൂപത്തിൽ സ്വതന്ത്രമായി അത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് അതിന് ജന്മയോഗം, ജന്മസംബന്ധമില്ല. പിന്നെ അതിന്റെ നിലനിൽപ്പ് എന്താണ്? നിലനിൽപ്പെന്ന് പറഞ്ഞാൽ ഉണ്മ, സത്ത. അതാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആ സത്ത തന്നെ. അസ്ഥി അസ്ഥി എന്നാണ് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിരന്തരമായി ഒരു മാറ്റവും കൂടാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സത്തയിൽ നിന്നും വേറിട്ടൊരു പ്രപഞ്ചമില്ല.
അങ്ങനെ ഒരു പ്രപഞ്ച ഉത്പത്തിയില്ല. അതുകൊണ്ട് പറയുന്നു നാസതോ ജന്മനായോഗ, ഇല്ലാത്തതായ, പരമാർത്ഥത്തിലില്ലാത്തതായ, എന്നാൽ അനുഭവ വിഷയമായിരിക്കുന്നതായ ഈ പ്രപഞ്ചത്തിന് ജന്മമില്ല. ഇനി സത്തിനുണ്ടോ ജന്മം? സദാ സത്വം നചേഷ്യത്തെ, സത്തിനും ജന്മമില്ല. കാരണം അത് ഉള്ളതിന് പിന്നെ ജനിക്കേണ്ട ആവശ്യമില്ല. പ്രപഞ്ച സദ്രൂപത്തിൽ അനുഭവപ്പെടുന്നു. പ്രപഞ്ചത്തിന്റെ സാരം ആ സത്താണ്. അതിന് ജനിക്കേണ്ട ആവശ്യമില്ല. സത്തിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചമില്ല ഇവിടെ ജനിക്കാൻ. അതുകൊണ്ട് പ്രപഞ്ചത്തിനും ജനിക്കേണ്ട ആവശ്യമില്ല. എന്താണ്? എല്ലാം ആ സത്ത് തന്നെ. സർവം ഖണ്ഡിതം ബ്രഹ്മ ആശയത്തെ പറയുക. എല്ലാം ആ സത്ത് തന്നെ. അവിടെ വേറിട്ടെന്തോ ഉണ്ടായി, സത്തിനെ വിട്ടിട്ടെന്നുണ്ടായി, നിലനിന്നു, നശിച്ചു എന്ന് തോന്നുന്നത് അതൊരു തോന്നൽ മാത്രം. കൂടസ്ഥി വിക്രിയ നാസ്തി, അത് യാതൊരു ചലനവുമില്ലാത്തതാണ്, നിർവികാരിയാണ്. അതിൽ സത്യത്തിലുള്ള വികാരമൊന്നും സംഭവിക്കത്തില്ല. വിക്രിയ നാസ്തി എന്ന് പറയുമ്പോൾ അങ്ങനെ മനസ്സിലാവും. പരമാർത്ഥത്തിലൊരു വിക്രിയ സംഭവിക്കുന്നില്ല. തസ്മാത് അജ്ഞാനതോ ജനി. പക്ഷെ ഇതെല്ലാം പരമാർത്ഥമായി കാണുന്നതോ? ഇതിലെ പരമാർത്ഥത്തെ കാണാതെ അത് ഇവിടെ അറിവില്ലായ്മ എന്ന് പറയുന്നത്. അപ്പോ ജന്മമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും പറയാം. സ്ഥിതിയുണ്ടോ? സ്ഥിതിയുണ്ട്. നാശമുണ്ടോ? ഉണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിന് ജന്മസ്ഥിതി നാശങ്ങളുണ്ടോ? ഉണ്ട്. ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെ? ഈ തത്വത്തെ അറിയാതിരിക്കുന്നിടത്തോളം കാലം ഉണ്ട്. അപ്പോൾ ഒരു അജ്ഞൻ എന്നുവെച്ചാൽ ഒരു സാധാരണ ജീവൻ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിസ്ഥിതി നാശങ്ങളുണ്ട് എന്ന് പറയുന്നതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല. കാരണം അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. സ്വന്തം അനുഭവത്തെ പറയുന്നു. സ്വന്തം അനുഭവത്തെ എന്തിനു നിഷേധിക്കണം? ഇവിടെ വാസ്തവത്തിൽ ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങളെയല്ല നിഷേധിക്കുന്നത്, മറിച്ച് അവന്റെ അജ്ഞാനത്തെയാണ് നിഷേധിക്കുന്നത്. അല്ലാതെ ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങളെ നിഷേധിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ആശയക്കുഴപ്പം വരും. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ഈ ജഗത്തില്ല എന്ന് പറയുന്നത് ഒരു ഭ്രാന്തൻ പ്രലാപമാണ് എന്ന് വരും. മറിച്ച് അങ്ങനെ ഇവിടെ നിഷേധിക്കുന്നത് എന്താണ്? ആ ശ്രോതാവിന്റെ അജ്ഞാനത്തെയാണ് നിഷേധിക്കുന്നത്. നിന്റെ അജ്ഞാനം അതാണ് നിനക്ക് ഈ ഒരു ബോധത്തെ ഉണ്ടാക്കിത്തരുന്നത്. ഇതാണ് പരമാർത്ഥം, ഇതിനപ്പുറം ഒരു പരമാർത്ഥമില്ല. ആ അബോധത്തെ ഇല്ലാതാക്കിയാൽ, ആ അറിവില്ലായ്മ നീക്കിക്കഴിഞ്ഞാൽ അവന് ബോധ്യപ്പെടുന്നു, സ്പഷ്ടമാകുന്നു, ഇതെല്ലാം ആ പരമാർത്ഥ സത്ത തന്നെ. അതിന്റെ വേറിട്ട് സ്വതന്ത്രമായി ഇവിടെ ഒന്നും ഉണ്ടാകാനുമില്ല, നശിക്കാനുമില്ല. അതാണ് അദ്വൈതം. ഈ ഒരു ഭാഗം ചിലർക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാകത്തില്ല. കഴിഞ്ഞ ദിവസം ചോദിച്ചു ആരോ, എത്രയോ തവണ വിശദമാക്കിയതാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനുള്ള ക്ഷമയില്ല. ഇതിന് കുറച്ച് ക്ഷമ ആവശ്യമാണ്.
ഇതിനുവേണ്ടി കുറച്ച് ക്ഷമിച്ചാൽ എന്താ? ഒരുത്തൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുമെന്നുള്ള ഉറപ്പാണ്. മരണം ഉറപ്പായിട്ടും അയാൾ ക്ഷമിച്ചാ ജീവിക്കുന്നത്. എന്തായാലും മരിക്കും, എന്നാൽ മരിക്കുന്നവരെ ക്ഷമിക്കാം. ജീവിതം എന്ന് പറയുന്ന ഒരു ക്ഷമയാണ്, ഉറപ്പുള്ള ഒരു കാര്യം. അറിഞ്ഞുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ക്ഷമിക്കുന്നത് ശരി, അതുവരെ പോട്ടെ. പിന്നെ ഇതിനെന്താ ക്ഷമിച്ച? നാസ്തി വിക്രിയ കൂടസ്ഥി വിക്രിയ നാസ്തി. ഇത് കേട്ടുകഴിഞ്ഞാൽ ഒരാൾ ചോദിക്കുന്നതാണ്, കൂടസ്ഥൻ ആണ് നിന്റെ സ്വരൂപം എന്നുവെച്ചാൽ വികാരമില്ലാത്തത് നിർവികാരമാണ്, അവിടെ വികാരങ്ങളില്ല. ഈ സത്സ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ്. ഇതാണ് അറിയേണ്ടത്. ശരി, പറഞ്ഞു മനസ്സിലായി. പക്ഷെ മനസ്സിലായെങ്കിൽ വീണ്ടും എന്റെ ഉള്ളിൽ സംശയങ്ങളെല്ലാം എന്തുകൊണ്ട് വരുന്നു? ഇത് സത്യമാണെങ്കിൽ, ഇതാണ് ചോദിച്ചത്. ഈ പരമാർത്ഥ സത്യമാണെങ്കിൽ എന്തുകൊണ്ട് എന്നിൽ സംശയാദികൾ വരുന്നു? ഞാൻ സത്സ്വരൂപനാണെങ്കിൽ അത് രണ്ടാമതൊന്നും അങ്ങനെ വരാൻ പാടുള്ള ഒന്നാണ്. അപ്പോൾ ഇത് തർക്കമാണ്, നമ്മളറിയുന്നില്ല, നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു തർക്കമാണെന്നുള്ള കാര്യം. ഞാൻ സത്സ്വരൂപനാണെങ്കിൽ എന്നിൽ എങ്ങനെ സംശയം വരും? എങ്ങനെ അജ്ഞാനം വരും? എങ്ങനെ വിപര്യം വരും? ഇതെന്തുകൊണ്ട് തർക്കം എന്ന് പറയുന്നത്? കാരണം അവിടെ ഒരു പക്ഷമുണ്ട്. എങ്കിൽ, അങ്ങനെയാണെങ്കിൽ. തർക്കം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? സ്വബുദ്ധി പ്രഭവം, ശ്രോതാവിന്റെ ബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ് തർക്കം. തർക്കത്തിന്റെ ലക്ഷണമാണത്. അങ്ങനെയാണെങ്കിൽ ഇത് സ്വന്തം ബുദ്ധിയിൽ നിന്ന് കൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഉപദേശിച്ച കാര്യമല്ല. ഇത് ഉപദേശിക്കുന്ന സമയത്ത് ശ്രുതി നമ്മളെ ഉപദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ആചാര്യൻ ഗുരു ഉപദേശിക്കുമ്പോൾ ഈ തർക്കമല്ല അവിടെ ഉപദേശിച്ചത്. അവിടെ തത്വത്തെ നേരിട്ടാണ് പറഞ്ഞത്. എന്താണ്? നീ അസത്താണ്, നീ ആനന്ദമാണ്, നീ ജ്ഞാനമാണ്. അതേ നീ സത്താണെങ്കിൽ, ജ്ഞാനമാണെങ്കിൽ, ആനന്ദമാണെങ്കിൽ, അങ്ങനെ തർക്കമാണ് ഉപദേശിച്ചല്ല. തത്വത്തെ പ്രകാശിപ്പിക്കുക ചെയ്യുന്നു ശ്രുതി. തത്വത്തെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ തത്വത്തിന്റെ മറ മാറ്റും. ഇരുളിനെ മാറ്റുന്ന വെളിച്ചം പോലെ. അവിടെ തർക്കമല്ല ഉപയോഗിക്കുന്നു, ഉപദേശം. നേരിട്ട് ആ തത്വത്തെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ആ തത്വത്തെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തർക്കത്തെ ആശ്രയിക്കുന്നു, സ്വന്തം ബുദ്ധിയുണ്ട്. അവിടെ പറയുന്നു നൈഷ തർക്കേണ മതിരാപനേയ. ഈ ബുദ്ധി തർക്കം കൊണ്ട് കിട്ടത്തില്ല. എന്തുകൊണ്ട് ആ പറയുന്ന ഉപദേശത്തെ അതുകൂടി സ്വീകരിച്ചുകൂടാ? എന്തിനു പിന്നെ തർക്കത്തിന്റെ പിറകെ പോകണം? എന്താണ് ഇവിടെ ശ്രുതി പറഞ്ഞത്? നീ സത്താണ്. സത്താണെങ്കിൽ എന്ന് പറഞ്ഞില്ല. നീ ജ്ഞാനമാണ്. ആ ഉപദേശത്തെ ശ്രോതാവ് എങ്ങനെ ഉപദേശിച്ചോ അതുപോലെ ഗ്രഹിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ രണ്ടാമതൊരു ചോദ്യമില്ല. അവിടെ എങ്ങനെ സംശയം വരും? അത് തർക്കത്തിലേ ഉള്ളൂ.
തത്വത്തിലില്ല. തർക്കവും തത്വവും രണ്ടാണ്. തർക്കത്തിൽ ആണെങ്കിൽ നിങ്ങൾ തർക്കത്തിലാണ് ഇത് കേട്ടിട്ടും ഈ തത്വത്തെ ശ്രവിച്ചിട്ടും ആ തത്വത്തെ ഉൾക്കൊള്ളാതെ തർക്കത്തിലാണ് നിൽക്കുകയാണെങ്കിൽ ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെ സംശയം വന്നു, എങ്ങനെ അജ്ഞാനം വന്നു, എങ്ങനെ വിപര്യം വന്നു, എങ്ങനെ പ്രപഞ്ചം വന്നു, നിർഗുണം എങ്ങനെ സഗുണമായി, അതാണ്. ഇത് നിർഗുണമാണെങ്കിൽ എങ്ങനെ സഗുണം വന്നു, നിഷ്ക്രിയമാണെങ്കിൽ എങ്ങനെ ക്രിയ വന്നു, ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇവിടെ ഉപദേശിക്കുന്നത് സ്വസ്വരൂപത്തെയാണ്. അതിനെ തർക്കം കൊണ്ട് ഗ്രഹിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഒരിക്കലും നടക്കത്തില്ല. നൈഷ തർക്കേണ മധുരാപനേയ നിങ്ങൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ എങ്ങനെ അത് ഗ്രഹിക്കാൻ പറ്റും? തർക്കം കൊണ്ട്. മറിച്ച് എന്തിനാ ഇത് ഉപദേശിച്ചത്? ഈ തർക്കത്തെ നിരാകരിക്കാനാണ്. ബുദ്ധിയുടെ വിതർക്കങ്ങളെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ട് നേരിട്ട് വെളിച്ചമടിക്കുകയാണ്, ടോർച്ചടിക്കുകയാണ്. എന്തിന്? ഇരുളിനെ മാറ്റാൻ വേണ്ടി. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു? ആ ടോർച്ചിന് നേരെ മുഖം തിരിച്ചിട്ട് തിരിഞ്ഞു ചെയ്യുന്നിട്ട് ഇരുളിനെ നമ്മുടെ പാത്രം കൊണ്ട് കോരി മാറ്റാൻ ശ്രമിക്കുക. നടക്കുന്ന കാര്യമാണ്. അതാണ് തത്വത്തെ നേരിട്ട് ഗ്രഹിക്കേണ്ട സ്ഥാനത്ത് തർക്കവുമായിട്ട് അതിന്റെ നേരെ ചെല്ലുക. അപ്പൊ അതുകൊണ്ട് പ്രയോജനമല്ല. ആജീവനം മരണം വരെ ഈ തർക്കം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ തത്വത്തിൽ എങ്കിൽ അങ്ങനെ ഒരു വിഷയമേ ഉദിക്കുന്നില്ല. പ്രകാശം വന്നാൽ അവിടെ ഇരുള് പോവും. പിന്നെ അവിടെ പക്ഷേ പ്രകാശം വന്നാൽ പിന്നെ ഇരുള് നിൽക്കുമോ? ഇരുള് പോകുമോ? പോയ ഇരുൾ എങ്ങനെയായിരിക്കും? ഇത്തരം തർക്കങ്ങൾക്ക് അവിടെ യാതൊരു സ്ഥാനമില്ല. ഉപദേശം അതാണ്. അവിടെ എന്താ ഗ്രഹിക്കേണ്ടത്? സത്താണ്, നിഷ്ക്രിയമാണ്, നിരാകാരമാണ്, ജ്ഞാനമാണ്. അത് ഗ്രഹിച്ചാൽ പിന്നെ രണ്ടാമത് തർക്കത്തിന് എങ്കിൽ അവിടെ ഒന്നും വരുന്നില്ല. പിന്നെ ഇവിടെ ഒരു സംശയം, വിപര്യം, അജ്ഞാനം ഉണ്ടായിട്ട് വേണ്ടേ ചോദിക്കാം. അതാണ് നിശ്ചയം. ഇത് പറഞ്ഞാൽ തർക്കവനുണ്ടായാലേ പറ്റും. അവന്റെ ബുദ്ധി ആ രീതിയിൽ അവനെ ശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞു. അതീ പറയുന്ന ഉപദേശം പറയുന്നത് ശരിയാണ്. പക്ഷെ അതിനങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ചിലർ പറയുന്ന അങ്ങനെ ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇവിടെ പ്രത്യേകിച്ച് ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രമത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ അന്ധകാരത്തിലിരിക്കുന്നു, അവിടെ വെളിച്ചം വന്നു. എന്താ വെളിച്ചത്തെ കാണാൻ നിങ്ങൾ പ്രത്യേകിച്ച് പരിശ്രമം വല്ലതും ചെയ്തു? അത് സ്വാഭാവികമാണ്. കണ്ണുണ്ടെങ്കിൽ കാണും, കണ്ണില്ലാത്തവൻ കാണത്തില്ല. ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചൊരു ശ്രമത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. ഉപദേശത്തിന്റെ രഹസ്യം അതാണ്. ഉപദേശത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്നൊരു ജോലി മാത്രമേ ഉള്ളൂ. കണ്ണു വേണം, അത് ശരിയാ. പിന്നെ അവിടെ താനൊരു പരിശ്രമം, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ചിലർ പറയുമോ അത് ഈ പറയുന്നതൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചല്ല പറയുന്നു. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്ധ്യേ എന്നൊക്കെ പറയുന്ന ആരോ ഒരാളെ കുറിച്ച് പറയുന്നു. വളരെ 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 ജന്മങ്ങൾക്ക് ശേഷം ഒരുവൻ എന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ജ്ഞാനവാൻ
അപ്പോൾ ആ വളരെ വളരെ ജന്മങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന കാര്യത്തെയാണ് ഇപ്പോൾ പറയുന്നത്. ഇത്രയും സാമട്ടിൽ ഈസി ആയിട്ട്. അതിപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. ഈ മൂഢൻ വിചാരിച്ചിരിക്കുന്നത് ഈ ബഹൂനാം ജന്മം അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നാണ്. താൻ ആദ്യം ജനിച്ചെന്നാണ്. നല്ലപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. അതെല്ലാം കഴിഞ്ഞുപോയി. ഇനിയൊരു 900 ജന്മം പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യമില്ല. അത് അബദ്ധമാണ്. ബഹുനാം ജന്മം എന്ന് പറഞ്ഞത് ഒരു പരമാർത്ഥമാണ് പറഞ്ഞത്, കഴിഞ്ഞ കാര്യമാണ് പറഞ്ഞത്. കാരണം സൃഷ്ടി അനാദിയാണ് എന്നാ പറയുന്നത്. ഇന്നലെ തുടങ്ങി മെനയാന്ന് തുടങ്ങി എന്ന് പറയാൻ വയ്യ. അപ്പനപ്പന്മാരുടെ കാലത്തൊന്നുമല്ല. അങ്ങനെ കാലത്തിന്റെ ഒരു കണക്കുകൂട്ടലാണെങ്കിൽ യുഗങ്ങൾ എത്രയോ കഴിഞ്ഞുപോയി. ഇനിയും വേണോ ബഹൂനാം ജന്മന? ഇത് എത്രയോ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല എന്ന് പറയാം. രണ്ടിലേതെങ്കിലും ഒന്നില്ല നിൽക്കണം. ഒന്നുകിൽ ഇവിടെ പറഞ്ഞതുപോലെ എന്താണ് നാസതോ ജന്മന യോഗം, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞെന്താണ് ബഹൂനാം ജന്മനാം അന്തേ. അല്ല ഇനിയൊരു 900 ജന്മം, ഇത് പിന്നെ ആരെങ്കിലും ഇതിന് മെനക്കെടും? ഇനി അത്രയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നീ പരിപാടി മനസ്സിലാക്കിയിട്ട് മതിയാക്കിയിട്ട് ഞാൻ പോകും. തൽക്കാലം വേറെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാം. വിവേകമുള്ളവന് അതിന് തയ്യാറാവത്തില്ല. ആരെങ്കിലും തയ്യാറാവും? അതെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും ജന്മങ്ങൾ എന്ന് ബോധിപ്പിക്കാനല്ല പറഞ്ഞത്. അത് കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് ഈ തത്വത്തെ മനസ്സിലാക്കാൻ ഒരവസരം വന്നത്. കഴിഞ്ഞില്ലെങ്കിൽ വരത്തില്ല ഇത്. അപ്പം അതിന്റെ അവസാനമാണിത്. അവിടെ ഇത് ഗ്രഹിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. നമ്മൾ തർക്കങ്ങൾ ഉന്നയിക്കാതിരുന്നാൽ മാത്രം മതി. വെളിച്ചമുണ്ട് കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? ആ കണ്ണടയ്ക്കലാണ് നമ്മൾ പറയുന്നത് ഇനിയും ഒരു 10,000 ജന്മങ്ങളൂടെ ഉണ്ട്. ഇതെവിടെ എഴുതി വെച്ചിരിക്കുന്നത്? 10,000 ജന്മമുണ്ടെന്ന്. ചത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഇതുവരെ ഒരുത്തനും കണ്ടുപിടിച്ചിട്ടില്ല. ആരും തിരിച്ചുവെന്ന് പറഞ്ഞിട്ടില്ല. ഊഹാപോഹങ്ങളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അക്കാര്യത്തിൽ നിശ്ചിതമായി മനുഷ്യന്റെ ബുദ്ധിക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം കാലത്തെ ഭാവിയെ ദുരൂഹമായിട്ടാണ് സൃഷ്ടികർത്താവ് വച്ചിരിക്കുന്നത്. ഊഹിക്കാൻ കഴിയാത്ത രീതി. ആർക്കും ഊഹിക്കാൻ കഴിയത്തില്ല. പിന്നെ ഊഹിക്കാൻ കഴിയാത്തിടത്താണ് ഊഹത്തിന്റെ ആവശ്യം വരുന്നത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്വൈതത്തിലൊരു മുഖ്യമായ ഒരു സിദ്ധാന്തം. അദ്വൈതികൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, എപ്പോഴാണോ നിങ്ങൾ ഇത് കേൾക്കുന്നത്, അത് കേൾക്കുമ്പോൾ പറയുന്ന ഭാഷയിലൂടെ നിങ്ങൾ പറയുന്ന കാര്യത്തെ ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ആ സമയം നിങ്ങൾക്ക് ആ ബോധം ഉണ്ടായി കഴിഞ്ഞു. തത്വജ്ഞാനം എന്ന് പറയുന്ന ഒരാൾ കാത്തിരുന്ന് നേടിയെടുക്കുന്ന ഒന്നല്ല. അത് ശ്രവണസിദ്ധമാണ് എന്ന്. പിന്നെ വരുന്ന പോരായ്മകൾ, ആ പോരായ്മകൾ എന്തെന്ന് കണ്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ബാക്കിയുള്ള ജോലി. അത് ബോധത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ്. ഒരാള് വെളിച്ചം കണ്ടു, പക്ഷെ കണ്ണിന് തിമിരമുണ്ട്. അപ്പോൾ വെളിച്ചത്തിലേക്ക് പോരായ്മകൾ അനുഭവപ്പെടുമെങ്കിൽ തിമിരം മാറ്റുക, അതിനുള്ള പണി ചെയ്യുക. വെളിച്ചത്തിലായൊക്കൊന്നും ചെയ്യാനില്ല.
അതതിൻ്റെ സഹജമായ രീതിയാണ്. അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുപോലെ അവിടെ തർക്കത്തെ കൊണ്ടുവരരുത്. ഈ പറയുന്ന കേൾക്കുമ്പോൾ എന്താണോ നാസതോ ജന്മനായോഗ, സത്ത് അതിന് മറ്റൊന്നും ഉണ്ടാകത്തില്ല, ഒന്നിന്റെയും ജന്മമില്ല. എങ്കിൽ എന്ന് ചോദിക്കരുത്. സത്താണെങ്കിൽ പിന്നെ ജന്മം ഉണ്ടാകുമോ? ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. സത്ത് എന്നുള്ളത് നിങ്ങൾ ഗ്രഹിച്ചോ, പിന്നെ എങ്കിൽ എവിടെ നിൽക്കും? സ്വസ്വരൂപ ജ്ഞാനമാണ്, സ്വസ്വരൂപം ആനന്ദമാണ്, സത്താണ് എന്നൊരുവൻ ഗ്രഹിച്ചാൽ പിന്നെ ഇവിടെ എങ്ങനെ എങ്കിൽ വരുന്നു? അജ്ഞാന സംശയ വിപര്യങ്ങൾ എങ്കിൽ എങ്ങനെ അവിടെ നിൽക്കും? നിൽക്കത്തില്ല. പിന്നെ അതിനൊന്നും അവിടെ സ്ഥാനമില്ല. വെളിച്ചത്തിൽ ഇരുട്ടിന് നിലനിൽപ്പില്ല. അങ്ങനെ വേണം അതിനെ ഗ്രഹിക്കേണ്ടത്. അതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഗ്രഹണം. അതുകൊണ്ട് അത്തരം വികല്പങ്ങൾ ബുദ്ധി കൊണ്ട് സൃഷ്ടിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ ആ വികല്പം എന്തിനു വീണ്ടും അതെന്തിനുണ്ടാക്കുന്നു? അപ്പോൾ ആ ഉപദേശത്തെ ഗ്രഹിക്കുന്നില്ല. ആ ഉപദേശം അത് ഗ്രഹിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കുന്നില്ല. അത് ഇത്തരം വികല്പങ്ങൾക്കുള്ളതാണെന്ന് ധരിക്കുന്നു. എന്ന് പറയുന്നത് ഈ ജ്ഞാനം അപരോക്ഷമാണെന്ന് പറയുന്നതാണ്. അപരോക്ഷം എന്ന് പറയുമ്പോൾ അതിന് സംശയത്തിനോ വികല്പത്തിനോ ഒന്നും യാതൊരു നിലയും അവിടെ. ശ്രുതി ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ ഗുരു ഉപദേശിക്കുന്നു, ശ്രോതാവ് ഗ്രഹിക്കുന്നു. അതിൻ്റെക്ക് വേറെ ഇടപാടുകളൊന്നുമില്ല. അപ്പോ ആരെങ്കിലും ഒരു തർക്കം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ആ തർക്കം ഉന്നയിക്കുന്നവൻ ചിന്തിക്കുന്നത് എന്താണോ? ഈ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ഞാനൊരു ചോദ്യം ഉന്നയിക്കുന്നു എന്നാണ്. വെളിച്ചത്തിൽ ആരെങ്കിലും തപ്പിത്തടയും? ഇല്ല. ഇരുട്ടിലേ തപ്പിത്തടയും. വെളിച്ചത്തിനും തപ്പിത്തടയും ആരന്ധൻ, അല്ലാതൊന്നും തപ്പിത്തടയത്തില്ല. അപ്പോ ഈ ഒരു വെളിച്ചത്തിൽ പിന്നെ ഒരു തപ്പിത്തടയൽ അവിടെ ഇല്ല. തത്വത്തെ ബോധിക്കുന്നു. പിന്നെ അവിടെ ഒരു ചോദ്യമില്ല. പക്ഷേ എങ്കിൽ എങ്ങനെ അത് സംഭവിക്കും? അവൻ പിന്നെ വെളിച്ചത്തിലാണ്. പിന്നെ ഇവിടെ ചോദ്യത്തിനെന്താ പ്രസക്തി? അപ്പോൾ ഞാനിത് മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്നു എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. സ്വാമി പറഞ്ഞല്ലോ, ബ്രഹ്മം നിർഗുണമാണ്, അല്ലെങ്കിൽ ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ എന്നിൽ ഇതൊക്കെ എങ്ങനെ വന്നു? ആദ്യത്തെ ആ ഭാഗം എന്താണ്? ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണെന്നുള്ള ആ ഉപദേശം ഞാൻ മനസ്സിലാക്കി, എനിക്കത് ബോധ്യപ്പെട്ടു. ഇനി ഞാൻ ചോദിക്കുന്നു എന്നാണ് ചോദ്യകർത്താവിന്റെ ഭാവം. അവിടെയാണ് ശുദ്ധീകരണം വേണ്ടത്. അത് മനസ്സിലായില്ല. സച്ചിദാനന്ദമാണെന്നുള്ള ഭാവം മനസ്സിലായില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നേരത്തെ ഉള്ളതാണ്. അത് ഈ ഉപദേശം കൊണ്ടുവന്നതല്ല. സംശയ വികല്പങ്ങൾ അജ്ഞാനമെല്ലാം ഉപദേശിക്കുന്നതിന് മുമ്പ് തന്നെ അവനിലുണ്ട്. അപ്പോൾ അവനെന്താ സംഭവിച്ചിരിക്കുന്നവൻ നിന്നിടത്തൊന്നും മാറിയിട്ടില്ല. അവനെവിടെയാണെന്ന് അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തുകൊണ്ട്? ഈ ഉപദേശം കേൾക്കുന്നതിന് മുമ്പ് തന്നെ അവനുണ്ട് സംശയാദികൾ. അവൻ അവിടെ നിൽക്കുന്നു. പുതുതായിട്ട് അവനൊന്നും ഗ്രഹിച്ചില്ല. അവന്റെ സംശയത്തോട്, അവന്റെ അറിവില്ലായ്മയോട് കുറച്ച് കാര്യങ്ങളൂടെ കൂട്ടിച്ചേർത്ത് അത് അറിവില്ലായ്മയെ നിൽക്കും. അറിവില്ലായ്മ ആയേ നിൽക്കും, അറിവായി നിൽക്കത്തില്ല. അതുകൊണ്ട് ആ തത്വഗ്രഹണത്തിൽ തർക്കമില്ല. എങ്കിൽ പക്ഷേ ഇത്തരം ചോദ്യങ്ങളില്ല.
ഇവിടെ കൂടസ്ഥനാണ്, വിക്രിയാണ്, അവിക്രിയനാണ് എന്നൊക്കെ ബോധിപ്പിക്കുന്നത് ആ കേൾക്കുന്നവന്റെ സ്വരൂപത്തെയാണ്, ശ്രോതാവിന്റെ സ്വരൂപത്തെയാണ്. അവിടെ അജ്ഞാനതോ ജനി, അവിടെ നിങ്ങൾ സംശയങ്ങളും വികല്പങ്ങളുമെല്ലാം ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അത് ഇതുവരെ ഉള്ളതാണ്, അതിന്റെ തുടർച്ചയാണ്. ഇത് കേട്ടതുകൊണ്ടുണ്ടായതില്ല. ഇത് കേട്ടെങ്കിൽ ആ കേൾവി ഇതിനെയൊക്കെ നശിപ്പിക്കുന്നതാണ്. ഇത് കേട്ടിട്ടില്ല. അവൻ ബധിരനാണ്, കേൾവിയില്ലാത്തവനാണ്. ബധിരനോട് ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഉപദേശിക്കുന്നു എന്ന് പറയുന്നു. ഉപദേശം ബധിരനോട് പറഞ്ഞു, എന്നുവെച്ചാൽ ചെവി കേൾക്കാത്തവനോട് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ട്? ചെവിയുണ്ട്, ചെവി അവിടെയുണ്ട്, പക്ഷെ മനസ്സവിടെയില്ല. പ്രയോജനം വല്ലതും ഉണ്ടോ? അത് ഒത്തുവരണ്ടേ? അപ്പോൾ അത് തന്നിലുള്ള ചില പോരായ്മകൾ, താൻ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്ന ചില പോരായ്മകളാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്. അല്ലാതെ ഉപദേശത്തിലുള്ള തടസ്സമല്ല. പിന്നെ ഉപദേശത്തിന് ചില രീതികൾ സ്വീകരിക്കുന്നു. സത്യത്തെ ബോധിപ്പിക്കുന്നതിന് ഉപായം സത്യമല്ല, സത്യം ഉപേയമാണ്. അദ്വൈതത്തെ ബോധിപ്പിക്കുന്നതിന് ദ്വൈതത്തെ ആശ്രയിക്കുന്നു. ഗുരുവും ശിഷ്യനും ശാസ്ത്രവും എന്ന് പറയുന്ന ഈ ദ്വൈതത്തെ ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രയിക്കുമ്പോൾ ഇന്ധനത്തെ ആശ്രയിച്ച് ജ്വലിക്കുന്ന ആ അഗ്നി ആ ഇന്ധനത്തെ തന്നെ നശിപ്പിച്ച് ജ്വലിക്കുന്നത് പോലെ ഈ ബോധം എന്തിനെ ആശ്രയിച്ചാണോ പ്രവർത്തിക്കുന്നത് അതിനെ അത് നശിപ്പിക്കുകയാണ്. ആ ദ്വൈതത്തെ അത് തന്നെ നശിപ്പിക്കുന്നു. അതാണ് അടുത്ത് പറയുന്നത്. പുംബോധ പ്രസിദ്ധ്യർത്ഥം സൃഷ്ടിവ്യാജോ വയമുച്യതേ പൗഢസ്ത്യ ത്വാത്മനസൃഷ്ട കഥഞ്ചന യുജ്യതേ പുംബോധ പ്രസിദ്ധ്യർത്ഥം പറയുന്നു. ഈ ജീവന്റെ ഇന്നുള്ള അറിവ്, ഈ പഞ്ചഭൂതാത്മകമായ ഈ ലോകത്തിൽ ഈ ശരീരത്തിലിരുന്ന് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം കാണുന്ന ഈ അറിവിനനുസരിച്ച് എന്നർത്ഥം. പുംബോധ പ്രസിദ്ധി എന്ന് പറയുന്നു. ഇതിനനുസരിച്ചല്ലേ ഉപദേശിക്കാൻ പറ്റും. അതുകൊണ്ട് സൃഷ്ടി വ്യാജോയമുച്ചിതേ, അതുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. തത്വത്തിൽ നിന്ന് വേറിട്ടൊരു സൃഷ്ടി സംഭവിച്ചിട്ടില്ല. സൃഷ്ടി ആ തത്വം തന്നെയാണ്. പക്ഷെ എന്നാലും അത് പറയുന്നത് ഉണ്ടായതാണോ, നിലനിൽക്കുന്നതാണോ, നാളെ നശിക്കുന്നതാണോ? ഈ സൃഷ്ടി തന്നെ വ്യാജമെന്നാ പറയും. സൃഷ്ടി വ്യാജോയം വെച്ചത് വ്യാജൻ. അപ്പം നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ സൃഷ്ടി തന്നെ വ്യാജമാണെങ്കിൽ സ്വന്തം കാര്യം, തന്റെ ജനിമൃതികൾ അത് വ്യാജമല്ല. അപ്പൊ സഹസ്ര ജന്മങ്ങളെന്ന് പറയുന്നത് അത് വ്യാജമല്ല. ബഹൂനാം ജന്മന, വളരെ ജന്മങ്ങളെന്ന് പറയുന്നത് അതെങ്ങനെ സംഭവിക്കും? ഇതെല്ലാം വ്യാജമാണ്.
പക്ഷെ ഇതൊക്കെ സത്യമാണെന്ന് തോന്നുന്ന ഒരുവനോട് ഇതിന്റെ ഭാഷയിലേ സംസാരിക്കാൻ പറ്റും. ദ്വൈതഭാഷ എന്ന് പറയും. ദ്വൈതഭാഷയെ ആശ്രയിച്ച് അദ്വൈതത്തെ ബോധിപ്പിക്കാൻ പറ്റും. അല്ലാതെ അദ്വൈതത്തിന് സ്വന്തമായൊരു ഭാഷയൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ വർണ്ണിക്കുന്നു. സൃഷ്ടി വ്യാജം എന്ന് പറയുന്നു. ആ പറയുന്നതിന്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കി അത് ഗ്രഹിക്കണം. എന്തിനങ്ങനെ പറയുന്നു? അതല്ല വേറൊരു ഉപായമില്ല. പുംബോധ പ്രസിദ്ധ്യർത്ഥം. തന്റെ ഇന്നത്തെ അറിവ് അതിനനുസരിച്ച് പറയും. പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് ഒരു വളഞ്ഞ വഴി സ്വീകരിച്ചിരിക്കുന്നു. അസത്യത്തിന്റെ വഴി എന്നാ പറയും. സൃഷ്ടിവ്യാജം. അതുകൊണ്ട് ആ ശ്രോതാവിന്റെ ജനന മരണങ്ങളെക്കുറിച്ച്, അവന് ദൃശ്യമായിരിക്കുന്ന ജഗത്തിന്റെ സൃഷ്ടി നാശങ്ങളെക്കുറിച്ചെല്ലാം ഇങ്ങനെ വർണ്ണിക്കുന്നു. അതൊന്നും പരമാർത്ഥമല്ല. കൗടസ്ഥ്യ ആത്മനസൃഷ്ട ന കഥഞ്ചന വിദ്യതേ. നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടി, ഈ അനുഭവിക്കുന്ന രീതിയിൽ ഒരിക്കലും നിന്നിൽ സാധ്യമല്ല, സംഭവിക്കാൻ വഴിയില്ല. എന്തുകൊണ്ട്? നിന്റെ സ്വരൂപം അതിന് പറ്റിയതല്ല. നിന്റെ സ്വരൂപം എന്താണ്? കൗടസ്ഥ്യം. അത് ഈ സൃഷ്ടിക്ക് അനുകൂലമായ ഒന്നല്ല. നിരവികാരമാണ് നിന്റെ സ്വരൂപം. പക്ഷെ ഞാൻ അനുഭവിക്കുന്നത് വികാരങ്ങളാണല്ലോ. അത് നിന്റെ മനസ്സിന്റെ ബാഹ്യമായ വിഷയങ്ങളുടെ ആണ്. അനുഭവിക്കുന്നതുകൊണ്ട് സത്യമാകുമോ ഈ വികാരം? നിന്റെ സ്വരൂപത്തിനെ ഇത് ബാധിക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ മരുപ്പച്ചയിലെ ജലം കൊണ്ട് മരുഭൂമി നനയണമായിരുന്നു. അനുഭവിക്കുന്നതിനനുസരിച്ച് ആ മരുമരീചികയിലെ ജലം കൊണ്ട് മരുഭൂമി നനയണമായിരുന്നു. അത് സംഭവിക്കുന്നില്ല. അത് വരണ്ട് തന്നെ അവിടെ. അത് ജലശൂന്യമാണ്. അതുപോലെ ഇത് എന്താണ്? നിർവികാരമായി തന്നെ ഇരിക്കുന്നു. പക്ഷെ ഇവിടെ ഈ വിക്രിയകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. നിശേഷ വേദ സിദ്ധാന്ത വിദ്വദ്ഭിരവിഭാഷിതം ഗൂഢാചാര്യരിതം വസ്തു യഥാ അസ്മാഭിപ്രവഞ്ചിതം. ഇവിടെ വാർത്തകാരൻ പറയുന്നു, ഞാൻ ഈ കാര്യത്തെ ഇവിടെ എങ്ങനെയാണോ വിശദീകരിക്കുന്നത് ആ രീതിയിൽ നിശേഷ വേദ സിദ്ധാന്ത വിദ്വദ്ഭി ഗൗഡ ആചാര്യഹി. അത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഗൗഡാചാര്യനും ഈ വിഷയം വ്യക്തമാക്കിയിട്ടുണ്ട്. മൃലോഹ വിസ്ഫുലിംഗാദ്യൈ സൃഷ്ടുയാ ചോദിതാന്യഥ ഉപായസോവതാരായ നാസ്തിഭേദ കഥഞ്ചന. ഇവിടെ അഭേദമാണ്, അല്ലെങ്കിൽ അദ്വൈതമാണ്. നാസ്തിഭേദ കഥഞ്ചന. ഇത് ഗൂഢാചാര്യൻ പറഞ്ഞതാണ്. നാസ്തിഭേദ കഥഞ്ചന. ഇവിടെ ഭേദമില്ല എന്ന് വെച്ചാൽ അഭേദമാണ്. എന്നാലും മൃലോഹം അവിടെ പറഞ്ഞു മൃത്തികേത്യവ സത്യം വാചാരംഭണം വികാരോ നാമധേയം ലോഹം നഖം ദൃഷ്ടാന്തം. നഖം വെട്ടിയിടിയുമ്പോൾ ദൃഷ്ടാന്തം അവിടെ പറഞ്ഞു. വിസ്ഫുലിംഗം ഇവിടെ പറയുന്നു. യഥാ അഗ്നി ക്ഷുദ്ര വിസ്ഫുലിംഗ. ഇതിലെല്ലാം പറയുന്നത് സൃഷ്ടിയെക്കുറിച്ചാണ്. സൃഷ്ടിയാചോദ്യത, സൃഷ്ടിയെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ കാണുന്ന അനുഭവിക്കുന്ന സൃഷ്ടിക്കൊരു സമാധാനം കൂടിയേ തീരും. അത് അനുഭവിക്കുന്നതിന്റെ ബുദ്ധിക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറയണം. അല്ലെങ്കിൽ പറഞ്ഞിട്ടെന്താ പ്രയോജനം? ശിശുവിനോട് വേദമൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ട്? കാര്യമില്ല.
അവന് മനസ്സിലാകുന്ന കാര്യങ്ങൾ അവന്റെ ഭാഷയിൽ പറയും. അതുകൊണ്ട് സൃഷ്ടി അവന്റെ മുമ്പിലൊരു ചോദ്യചിഹ്നമാണ്. ഇതെന്തുകൊണ്ട്, എങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചുകൊണ്ടിരിക്കും. അവതാരായ ആ തത്വത്തെ അവന്റെ ബുദ്ധിയിലേക്കൊന്ന് പ്രകാശിപ്പിക്കുന്നതാണ്. പ്രകാശം ഉണ്ടായാൽ മതിയോ? കാണാൻ ഒരാൾ വേണ്ടേ? ഇത് പ്രകാശവും തിരിച്ചറിയണ്ടേ? അത് തിരിച്ചറിയുന്നവിടെ ആ ശ്രോതാവിന്റെ ബുദ്ധിയിലാണ് ആ തിരിച്ചറിവ്. അത് സംഭവിക്കുന്നതിന് വേണ്ടി സൃഷ്ടിയെക്കുറിച്ച് ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട്. ഇങ്ങനെ സൃഷ്ടി സംഭവിച്ചു, ഇങ്ങനെ സൃഷ്ടി സംഭവിച്ചു, ഇത്തരത്തിലാകാം. അതെല്ലാം ആ സൃഷ്ടാവിൽ നിന്ന്, സത്തിൽ നിന്ന് വേറിട്ടൊരു സൃഷ്ടി ഉണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. മറിച്ചോ നാസ്തി ഭേദകഥഞ്ചന, ഇവിടെ ഒരു തരത്തിലുള്ള ഭേദവുമില്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലൊരു ഭേദമില്ല. സതൈവ സൗമീതമഗ്രാസീത, സത്ത് തന്നെയാണ് സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്നത്. തത്സൃഷ്ട തദൈവ അനുപ്രാവശ്യ, സൃഷ്ടിനും അവൻ തന്നെയാണ്. തസ്മാത് തത് ത്വമസി, അതുകൊണ്ട് നീ അതാണ്. ഇവിടെ അഭേദത്തെ ബോധിപ്പിക്കുന്നു. ആ സത്താണ്. സൃഷ്ടവും അന്യപരായാന്തോ ന ചോദ്യസ്യസ്തി സംഭവഃ ഉടസ്ഥാ കഥമുത്പത്തി അചിത്വം ചേതനാ കഥം. സൃഷ്ടിയെ തെറ്റിദ്ധരിച്ചുകൊണ്ട്, സൃഷ്ടിയുടെ താല്പര്യം മനസ്സിലാക്കാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾ യുക്തിഹീനമാണ്. സൃഷ്ടിയുടെ തത്വത്തെ ഗ്രഹിച്ച ഒരുവന് സൃഷ്ടിയെ സംബന്ധിച്ച് ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ സൃഷ്ടിയുടെ കാരണത്തെ അന്വേഷിക്കുന്നവൻ സൃഷ്ടിയുടെ തത്വത്തെ മനസ്സിലാക്കാതെ ഒരിക്കലും ഒരു ശരി ഉത്തരത്തെ കണ്ടെത്തത്തില്ല. അവസാനമില്ലാതെ അവന്റെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കും. ഉത്തരങ്ങളും അവസാനമില്ലാതെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഇതാണ് കാണുന്നത്. ഭൗതികമായി, ബാഹ്യമായി സൃഷ്ടിയുടെ രഹസ്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് ഉത്തരം കിട്ടും. പക്ഷെ ആ ഉത്തരം മറ്റൊരു ചോദ്യത്തിന് വഴിതെളിക്കും. ആ പ്രക്രിയ ഇങ്ങനെ അനന്തമായി പോയിക്കൊണ്ടേയിരിക്കും. എന്തെല്ലാം നിരീക്ഷണങ്ങൾ നടത്തിയാലും. കാരണം മനുഷ്യന്റെ, ആ ജീവന്റെ ബുദ്ധി ഒരിക്കലും വിശ്രമിക്കത്തില്ല. അവനൊരിക്കലും സമാധാനം കണ്ടെത്തില്ല. സമാധാനം അടുത്ത ചോദ്യമാവും, അതിന്റെ സമാധാനം അടുത്ത ചോദ്യമാവും. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തത്വം എന്താണ്? കൂടസ്ഥാത് കഥമുത്പത്തി. ഇവിടെ ഉത്പന്നമാകാൻ രണ്ടാമതൊന്നും വേണ്ടേ? ഒന്നല്ലേ ഉള്ളൂ. ഈ കാണുന്നതിനൊക്കെ ഇതേപടി സ്വീകരിക്കണം എന്നല്ല പറയുന്നത്. ഈ ഉണ്ടായി മാറി മറിഞ്ഞ് കൊണ്ടിരിക്കുന്ന, അങ്ങനെ നമ്മൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നാമരൂപങ്ങളെ ഇതേപടി അങ്ങ് സ്വീകരിക്കുക. ഇതാണ് സത്ത് എന്നല്ല പറയുന്നു. അതിന് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. നമ്മളത് സ്വീകരിച്ചിരിക്കുകയാണ്. ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളൊക്കെ ഈ ഭേദത്തെ മനസ്സും ഇന്ദ്രിയങ്ങളും കൂടി ചേർന്ന് സദാ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതേപടി അങ്ങ് സ്വീകരിക്കുകയല്ല, മറിച്ച് ഇതിനൊരു തത്വമുണ്ട്. ആ തത്വം എങ്ങനെയാണ്? അത് കൂടസ്ഥമാണ്. അതിൽ നിന്ന് എങ്ങനെ നിങ്ങളിൽ കാണുന്ന ഉത്പത്തി ഉണ്ടാകും?
അചിത്കം ചേതനാത്കതം, ആ ചേതനത്തിൽ നിന്നും എങ്ങനെ അചിത്തുണ്ടാകും? നിങ്ങൾക്ക് നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ തന്നെ സ്വീകരിക്കണം. നമുക്ക് സ്വീകരിക്കാം. ഈ നാമരൂപങ്ങളെ ആ ചേതനയിൽ നിന്ന് വേർതിരിക്കാൻ കഴിഞ്ഞു. എന്റെ സ്വന്തം ചേതനയിൽ നിന്ന് ഈ നാമരൂപങ്ങളെ വേർതിരിക്കുക, വേർതിരിച്ച് മനസ്സിലാക്കുക. ആർക്ക് സാധ്യമല്ല. കാരണം ആ ചേതനയിലൂടെയാണ് ഇത് പ്രകാശിക്കുന്നത്. ആ ചേതനയിലാണ് ഈ നാമവും രൂപവും വെളിപ്പെടുന്നത്. ആ ചേതനയിൽ നിന്ന് ഇതിനെ എങ്ങനെ വെളിപ്പെടുത്തും? എങ്ങോട്ട് മാറ്റും? ആ ചേതനയെ പിരിഞ്ഞിതെങ്ങനെ നിൽക്കും? സങ്കല്പിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ആകാശത്തിൽ നിന്ന് മാറി നിൽക്കും പോലെയാണ് താൻ. ആകാശം എന്ന് പറയുന്നത് എനിക്ക് ഇടം നൽകിയിരിക്കുന്ന ഈ ഇടം, അതാണ് ആകാശം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എനിക്കെങ്ങനെ മാറി നിൽക്കാൻ കഴിയും? സ്വർഗത്തിലോ നരകത്തിലോ എവിടെ പോയാലാണ് അങ്ങനെ ഒരിടം കിട്ടുക? എവിടെ ചെന്നാലും ഈ ഇടം അവിടെയുണ്ട്. അതുപോലെ ഈ ചേതനയിൽ നിന്ന് നാമരൂപങ്ങളെ മാറ്റാൻ സാധ്യമല്ലാത്തിടത്തോളം കാലം ആ നാമരൂപങ്ങൾ ഇത് തന്നെയാണ്. അഗ്നിയിൽ നിന്ന് ആ ഉഷ്ണത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആ പ്രകാശത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് തന്നെ അഗ്നി. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചേതനയിൽ നിന്ന് വേറിട്ടൊരു അചേതനം ഇല്ല പറയുന്നു. ചേതന അചിത്കം, ചേതനയിൽ നിന്ന് അചിത്, ചേതനയിൽ നിന്ന് ജഡം. അതെങ്ങനെ സംഭവിക്കും എന്നാണ്. പിന്നെന്തിനാ ചിത്ത് ജഡമെന്നെല്ലാം പറയുന്നത്? നിങ്ങളുടെ അനുഭവത്തെ അംഗീകരിക്കാൻ വേണ്ടി മാത്രം. പറഞ്ഞല്ലോ, ആ സത്യത്തിന്റെ വഴിയെ ആദ്യം സ്വീകരിക്കുന്നു. ശരി, നിന്നൊരു ചേതനയുണ്ടോ? ഉണ്ട്. നീ ബാഹ്യമായി കാണുന്നുണ്ടോ? ജഡമായ വസ്തുക്കളെ കാണുന്നുണ്ട്. ശരി, അപ്പോൾ അതിനാദ്യം അംഗീകരിക്കുന്നു. അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ ഉപദേശിക്കുന്നവൻ ഭ്രാന്തനാണെന്ന് കരുതും. സ്വാനുഭവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് ബുദ്ധിയുടെ സമനില തെറ്റിയ ആൾക്കാരാണ്. അതുപോലെയാണ് ഗുരു എന്ന് ധരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആദ്യം പറയുന്നു, ഇത് ചിത്താണ്, ഇത് ജഡമാണ്, ഇത് ആത്മാവാണ്, ഇത് അനാത്മാവാണ്, ഇത് സൃഷ്ടിയാണ്, മറ്റേ സൃഷ്ടികർത്താവാണ്. അത് പരമാർത്ഥമല്ല. അങ്ങനൊരു ഭേദം ഇവിടെയില്ല. ഈ ജഡമായിരിക്കുന്നതും അചേതനമായിരിക്കുന്നതും അങ്ങനെ അനുഭവപ്പെടുന്നതും എല്ലാം ആ ചിത്ത് തന്നെയാണ്. ഒരു തരത്തിലൂടെ ഭേദം വരത്തില്ല. യുക്തിയിലൂടെ ബോധിപ്പിക്കുന്നു. നിസ്സാധനം ച കാര്യാണി കഥം കുര്യാതനേകഥ. വിശ്വരൂപ സമുത്പത്തി ഏകരൂപ കഥം ഭവേ. ഇത് അടുത്ത കാര്യത്തിൽ പറയും. ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതിന് നിങ്ങൾ ഈ അതിവിപുലമായ പ്രപഞ്ചം, അനന്തമായ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ഒരു സൃഷ്ടി രഹസ്യം, മനുഷ്യൻ ഭൗതികമായി അന്വേഷിക്കുന്ന അങ്ങനെയല്ലേ സൃഷ്ടിയുടെ രഹസ്യത്തെ. വലിയ മെഷീനൊക്കെ വെച്ചിട്ട് സൃഷ്ടി രഹസ്യം അങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഒരു ശ്രമം അത്രമാത്രം. അതിനപ്പുറം അതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് എങ്ങനെ സൃഷ്ടിയുടെ രഹസ്യത്തെ കാണണം?
തന്നെ തന്നെ നോക്കിയാൽ മതി സൃഷ്ടിയുടെ രഹസ്യത്തെ മനസ്സിലാക്കും. കാരണം താനിപ്പോൾ സൃഷ്ടിയിലാണ്, സൃഷ്ടികർമ്മത്തിൽപ്പെട്ടിരിക്കുകയാണ്. താൻ സൃഷ്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൃഷ്ടി അനുഭവിക്കുന്നതിന് മുമ്പ് താൻ എവിടെയായിരുന്നു? നിസ്സാധനം, ഇതൊന്നും തന്റെ കയ്യിലില്ലാത്ത ഒരവസ്ഥയിൽ, ഗാഠനിദ്രയിൽ. ഗാഠനിദ്ര എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നു, ആ തുര്യനിൽ, ആ തുര്യ രൂപനായിരുന്നു താൻ. അവിടെ നിസ്സാധനം, അവിടെ കരണങ്ങളില്ല, മനസ്സില്ല, പ്രാണനില്ല. ഇതിനെ കാണാനും അനുഭവിക്കാനും സൃഷ്ടിക്കാനും നിലനിർത്താനും സംഹരിക്കാനുമുള്ള യാതൊന്നും തന്റെ കയ്യിലുണ്ടായിരുന്നില്ല. നിസ്സാധനനായിരുന്നു. അങ്ങനെ നിസ്സാധനായിരുന്നു താൻ. തന്റെ കൈവശം ഒന്നുമില്ലായിരുന്നു, താൻ മാത്രം. ഇന്നിപ്പോ മനസ്സിലാകുന്നു. അതപ്പോ അതും മനസ്സിലായിരുന്നു. ഇപ്പോ ഈ പകൽ എന്നുവെച്ചാൽ ഈ ജാഗ്രതത്തിൽ, പകലെന്ന് വെച്ചാൽ സൂര്യൻ പ്രകാശമുള്ള സമയമൊന്നല്ല, ഈ ജാഗ്രതത്തിൽ ഇരുന്നുകൊണ്ട് പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു അവിടെ താൻ നിസ്സാധനായിരുന്നു. അങ്ങനെ ഇരുന്ന താൻ കഥം അനേകഥ കാര്യാണി കുര്യാ, ഈ അനുഭവിക്കുന്ന ഭേദത്തോടുകൂടിയ ഈ കാര്യങ്ങളെ, ഇതിനുള്ള യാതൊരു ഉപകരണവും തന്റെ കയ്യിലില്ലാതിരിക്കുക ഈ ഭേദത്തെ എങ്ങനെ സൃഷ്ടിച്ചു? എങ്ങനെ എനിക്ക് സൃഷ്ടിക്കാൻ പറ്റും? അഭേദത്തിൽ നിന്ന് എങ്ങനെ ഭേദം ഉണ്ടാകും എന്നാണ്. പാത്രം ഉണ്ടാക്കുന്നതിന്റെ കയ്യിൽ പല സാധനങ്ങളുണ്ട്. മണ്ണുണ്ട്, ചക്രമുണ്ട്, ദണ്ഡുണ്ട്, പല സാധനങ്ങളുണ്ട്. അയാളൊരു പാത്രത്തെ ഉണ്ടാക്കിയെടുക്കുന്നു. പല സാധനങ്ങളെ ഉപയോഗിച്ച് ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നു. ഇവിടെ തന്റെ കയ്യിലുണ്ടായിരുന്നു താൻ മാത്രം. ഭേദത്തെ ഉണ്ടാക്കണമെങ്കിൽ തന്റെ കയ്യിലും ഭേദം ഉണ്ടായിരിക്കണം. ഭിന്നങ്ങളായ വസ്തുക്കൾ വേണം. ഇതൊന്നുമില്ല. കഥം കുര്യാത് അനേകഥ, ഈ ഭേദത്തെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു ഭേദത്തെ ഉണ്ടാക്കിയിട്ടില്ല. എന്നുവെച്ചാൽ താൻ ഈ അനുഭവിക്കുന്ന ഭേദം അഭേദത്തിലെ ഒരു പ്രതീതി മാത്രം. വിശ്വരൂപ സമുത്പത്തിൽ ഏകരൂപാത് കഥം ഭവേത്, ഈ നാനാരൂപം ആ ഏകരൂപത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടാകും. ഈ നാനാത്വത്തെ കാണുന്നവനോട് ചോദിക്കുകയാണ്. ഇവിടെ ഒരാൾ പറയുകയാണ്, ഞാൻ ആ നാനാത്വത്തെ കാണുന്നില്ല, ഈ ആഭരണങ്ങളിലെല്ലാം ഞാൻ സ്വർണമേ കാണുന്നുള്ളൂ, ഈ തിരയിലും നുരയിലുമെല്ലാം കാണുന്നത് ജലത്തെ മാത്രമാണ്, ഈ പ്രതിബിംബങ്ങളിലെല്ലാം കാണുന്നത് ഞാൻ കേവലമായ പ്രകാശത്തെ മാത്രമാണ്, ഈ ഛിദ്രങ്ങളിലെല്ലാം ഞാൻ കാണുന്നത് ഏകമായ ആകാശത്തെയാണ്. ഈ തരത്തിലൊരാൾ ഇതിനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അയാളോട് ഇവിടെ ചോദ്യമൊന്നുമില്ല. നാനാരൂപത്തെ കാണുകയാണെങ്കിൽ വിശ്വരൂപ സമുത്പത്തി ഇതെങ്ങനെ ആ ഏകരൂപത്തിൽ നിന്ന് വരും? അവിടെ സുഷുപ്തിയിൽ താൻ ഏകനായിരുന്നു. ജാഗ്രതത്തിൽ അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നു. എന്താ, മറ്റാരെങ്കിലും ഇവിടെ വന്നു? ജാഗ്രതത്തിലേക്ക് വന്നപ്പോൾ തന്റെ കൂടെ ആരെങ്കിലും വന്നു? താനല്ലേ വന്നത്? അവിടെ ഉണ്ടായിരുന്ന താൻ തന്നെയാണ് വന്നത്. അങ്ങനെയെങ്കിൽ ആ താൻ അല്ലാതെ രണ്ടാമതൊരാളെ തനിക്ക് കൂട്ടിന് വരാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല. താൻ തന്നെയാണ് ഇതെല്ലാമായിരിക്കുന്നത് എന്ന തത്വത്തെ അവൻ ഗ്രഹിക്കും. കാരണം അതിന്റെ യുക്തി അതാണ്. കാരണം വന്നത് താനാണ്, തന്റെ കൂടെ ആരും വന്നില്ല.
അവിടെ താനായിരുന്നു. താൻ വന്നിട്ട് ഇതൊക്കെ കാണുന്നു. അപ്പൊ ഇത് താൻ തന്നെയാണ്, മറ്റൊരാളല്ല. അതാണ് പറഞ്ഞത് തുര്യന്റെ മാണ്ഡവ്യത്തിൽ നമ്മൾ പറഞ്ഞു തുര്യന്റെ സൃഷ്ടിയാണ്. തുര്യന്റെ സൃഷ്ടി എന്ന് പറയുന്നത് തുര്യനിൽ നിന്ന് അന്യമല്ല, ആ തുര്യൻ തന്നെയാണ്. അല്ലാതെ ഏകത്തിൽ നിന്ന് പലതും ഇവിടെ വന്നിട്ടില്ല, ഏകം തന്നെയാണ്. തീവമാതിചോദ്യാനാം പും സ്വഭാവാനുരോധത പരിഹാരവചശ്രൗതം നച വസ്തുനിരോധത. ഈ ഒരു തത്വത്തെ ഗ്രഹിക്കുന്നതിൽ വരുന്ന ചോദ്യങ്ങൾ, അവിടെ ഞാൻ ഏകനായിരുന്നെങ്കിൽ ഇവിടെ എങ്ങനെ പലതായി, പലതില്ലെങ്കിൽ ഞാനെങ്ങനെ ഇതിനെയൊക്കെ കാണുന്നു, ഈ കാഴ്ച മറയാതെ എനിക്കെങ്ങനെ ഇത് ഏകമാണെന്ന് ധരിക്കാൻ പറ്റും, നിരവധി ചോദ്യങ്ങൾ വരാം. ഈ കാണുന്നവന്റെയും കാഴ്ചയുടെയും സത്യത്തെ അന്വേഷിക്കുന്നവൻ എല്ലാവർക്കും വരത്തില്ല. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള പരിഹാരത്തിനായിട്ടാണ് സൃഷ്ടിയെ പലതരത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ വസ്തു അനുരോധത, അല്ലാതെ ബാഹ്യമായ വസ്തു എങ്ങനെയാണോ നമുക്ക് അനുഭവപ്പെടുന്നത് അതിനെ അനുകൂലിച്ചല്ല. സൃഷ്ടിയുടെ രഹസ്യം അറിയാൻ വേണ്ടി ഒരു ഭൗതികമായ അന്വേഷണം നടത്തുമ്പോൾ ആദ്യം ബാഹ്യമായ ഈ വസ്തുവിനെ സ്വതന്ത്ര സത്തായി അംഗീകരിക്കേണ്ടി വരുന്നു. എന്നിട്ട് അതിനെ ആശ്രയിച്ച് അതിന്റെ കാരണത്തെ കണ്ടെത്തുന്നു. പിന്നെ അതിന്റെ കാരണം, കാര്യത്തിൽ നിന്നും കാരണത്തിലേക്ക് അങ്ങനെ അന്വേഷണം പോകുന്നു. തന്നെ അവൻ വിസ്മരിക്കുന്നു, അന്വേഷണത്തെ തന്നെ വിസ്മരിക്കുന്നു. ഇതിന്റെ ബാഹ്യമായ തന്റെ വിഷയത്തിൽ ദൃഷ്ടിയെ ഉറപ്പിക്കുന്നു. ഈ സൃഷ്ടിക്ക് കാരണക്കാരൻ താൻ തന്നെയാണെന്നുള്ളത് മറന്നു. ഈ കാണുന്ന വൈചിത്ര്യങ്ങൾക്ക് ഉടമസ്ഥൻ താനാണ്, ഇത് മറക്കുന്നു. ഇതാണ് ഭൗതികമായ അന്വേഷണവും ആധ്യാത്മികമായ നിലയും തമ്മിലുള്ള വ്യത്യാസം. ഭൗതികമായി അന്വേഷിക്കുന്നുണ്ട്, ഒടുവിൽ അതിവിടെ തന്നെ എത്തിച്ചേരും. കിഴക്കോട്ട് നടന്നാൽ അവസാനം പടിഞ്ഞാറ് കൂടി ഇവിടെ വരും. അത് ബുദ്ധിയുടെ ഒരു സ്വഭാവമാണ്. പക്ഷെ അതിന് ഒരുപാട് നടക്കേണ്ടി വരും. എന്റെ ഇടതുവശത്തോട് നേരെ നടന്നാലും മതി, അവസാനം എന്റെ വലതുവശത്തെത്തും. കാരണം ഭൂമി ഉരുണ്ടായിരിക്കുന്നു. പക്ഷെ എന്റെ ഇടത്തുനിന്ന് വലത്തിൽ വരുന്നതിന് വേണ്ടി വേറെയും വഴിയുണ്ട്. ഈ ഭൂമി മുഴുവൻ കറങ്ങണമെന്നില്ല. അപ്പോ ആ വലത്തോട്ടുള്ള കറക്കം, അതാണ് ഇവിടുത്തെ ഭൗതികമായ അന്വേഷണം എന്ന് പറയുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നു? വസ്തുവിനെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. ആ വസ്തുവിനനുസരിച്ച് അതിനെ പരമാർത്ഥമായി സ്വീകരിച്ചിട്ട് അതിന്റെ കാരണത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. കാര്യത്തിൽ നിന്ന് കാരണം, കാരണത്തിൽ നിന്ന് കാരണം, അതിൽ നിന്ന് കാരണം, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ജീവന്റെ ബുദ്ധി വിപുലമാണ്, അതിരില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവന്റെ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും അതിരില്ലാതെ പോയിക്കൊണ്ടേയിരിക്കും. ബുദ്ധിക്കാർക്കും പരിമിതി നിശ്ചയിക്കാൻ വയ്യ. പക്ഷെ ഇവിടുത്തെ എന്താണ്? ന വസ്തു അനുരോധത. ഈ ബാഹ്യമായ വസ്തുവിനെ അതിനനുസരിച്ച് അതിന്റെ പിറകെ പോയുള്ളൊരു അന്വേഷണമല്ല, മറിച്ച് പരമാർത്ഥ വസ്തുവിന്റെ അനുസന്ധാനമാണ്. അവിടെ വസ്തു വേറെയാണ്. അതുകൊണ്ട് ശ്രൗതമായ അന്വേഷണം,
ശ്രൗതമായ അന്വേഷണം എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടിയുടെ രഹസ്യത്തെ അറിഞ്ഞവൻ ഉപദേശം, അതാണ് ശ്രുതി. ആ ഉപദേശത്തെ ഗ്രഹിക്കുന്നതായ സത്യസാക്ഷാത്കാരം, ആ അന്വേഷണം, അത് ഈ ബാഹ്യമായ വസ്തുവിനനുസരിച്ചല്ല പോകുന്നു, ആന്തരികമായ നിലയനുസരിച്ചിട്ടാണ്. കല്ലിനെയും മണ്ണിനെയൊക്കെ പരിശോധിച്ച് അതിന്റെ മൂലകങ്ങളെ കണ്ടുപിടിച്ച് അതിന്റെ പരമാണുകളെ കണ്ടുപിടിച്ച് ഇനി പരമാണുവിന്റെ സൂക്ഷ്മതലങ്ങളെ കണ്ടുപിടിച്ച് അങ്ങനെയല്ല പോകുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം വസ്തു ഒന്നേ ഉള്ളൂ, ഒരു സത്തയേ ഉള്ളൂ. പല വസ്തുക്കളിൽ പരിശോധിക്കും. ആ സത്ത അത് താൻ തന്നെയാണ്, അത് തന്നെയാണ് സർവവുമായിരിക്കുന്നത്. അതിന് തന്റെ കയ്യിൽ തെളിവുണ്ട്. കാരണം താൻ ആ സത്ത മാത്രനായിരുന്നു, അവിടെ നിന്നാണ് ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവന് ചിന്തിക്കാനും മനസ്സിലാക്കാനും എളുപ്പമായി. മറ്റ് എന്തിനെ അറിയുന്നതിന് എളുപ്പം തന്നെ അറിയുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, ഇവിടെ അതെടുത്ത് കാണിക്കുകയാണ്. ആധ്യാത്മികമായ എല്ലാ ചർച്ചയും എന്ന് പറയുമ്പോൾ ശ്രവണ മനന നിധ്യാസനങ്ങൾ അത് തികച്ചും ആത്മനിഷ്ഠമായിരിക്കും. എന്നുവെച്ചാൽ അന്തർമുഖമായിരിക്കണം, അകമുഖമായിരിക്കണം, അത് ബഹിർമുഖമാകരുത്. എന്നാൽ അത് ഈ പറയുന്നത് പോലെ ബാഹ്യവസ്തുവിന്റെ പിന്നാലെയുള്ള അന്വേഷണമാണ്. അതിനാൾക്കാരുണ്ട്, അവരത് ചെയ്യട്ടെ, അവരും കണ്ടെത്തട്ടെ. ആധ്യാത്മികമായ അന്വേഷണം അതല്ല. അതെങ്ങനെയാണ് പറയുന്നു? വിസ്ഫുലിംഗ യഥാച അഗ്നി ജായന്തേ അഗ്നിസ്വഭാവതഃ സുഷുപ്ത ആത്മനസ്തദ്വത് പ്രാണാദീന സമുദ്ഭവഃ. മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണന്മാര്, ശരീരം, ജഗത്ത്, ഇങ്ങനെയുള്ള ഈ പ്രാണാദികളുടെ സമുദ്ഭവം, ഉത്പത്തി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമുക്ക് ആന്തരികമായി അന്വേഷിക്കാം. ഇതിന്റെ തത്വം എന്താണ്? ബാഹ്യമായി ഇതിന് ഒരു തത്വത്തെ കാണേണ്ടതുണ്ട്. അപ്പം അതിന്റെ അന്വേഷണം എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിക്കണം? മൺകട്ടയിൽ തുടങ്ങി പരമാണുവിന്റെ പിന്നിൽ പോയി അവസാനിക്കേണ്ടതല്ല. അത് തന്നിൽ തുടങ്ങി തന്നെ അവസാനിക്കണം. സൃഷ്ടിയുടെ രഹസ്യം താനെന്ന് പറയുമ്പോൾ സംശയിക്കേണ്ട കാര്യമില്ല, അത് താൻ തന്നെയാണ്, അന്യനെന്നൊന്നും സംശയിക്കരുത്. അപ്പോൾ തന്നിൽ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കണം പറയുന്നു? സുഷുപ്താത് ആത്മനഃ. ആ സുഷുപ്താത്മാ അവിടെ നിന്ന് തുടങ്ങണം. അത് താൻ തന്നെ ആണല്ലോ സുഷുപ്താത്മാവായിരുന്നത്, മറ്റാരുമല്ലല്ലോ. തന്റെ ആ സുഷുപ്താത്മാവിനെ താൻ അറിയുന്നത് പോലെ മറ്റാരും അറിയുന്നില്ല. മറ്റൊരുവന്റെ സുഷുപ്താത്മാവിനെ താൻ ഊഹിക്കുകയാണ്. തന്റെ സ്വരൂപമായിരിക്കുന്ന ആ സുഷുപ്താത്മാവിനെ താൻ അനുഭവിക്കുകയാണ്. ഇപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ സുഷുപ്താത്മന, ആ സുഷുപ്താത്മാവിൽ നിന്നും എന്താണ്? പ്രാണാദീനാം സംഭവ. അവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. എന്താ ഉറക്കത്തിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായോ എന്നല്ല പറയുന്നു. ഉറക്കമെന്ന് വെച്ചാൽ നമുക്കിന്ന് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു വിസ്മൃതി,
ഒരറിവില്ലായ്മ അതിൽ നിന്നുണ്ടായെന്നല്ല പറയുന്നു. അത് ആ സുഷുപ്തിയെക്കുറിച്ചുള്ള ഉണർന്ന നമ്മളുടെ ഒരു ധാരണ, സുഷുപ്തിയിലെ ധാരണയല്ല, ജാഗ്രതയിലെ ധാരണ മാത്രം. ഒന്നും അറിഞ്ഞില്ല എന്നവിടെ അറിഞ്ഞില്ല, ഇവിടെ അറിയുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് വ്യക്തമായി അറിയാം, ഞാനൊന്നും അറിഞ്ഞില്ല. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പറയുന്നു, ഒന്നും അറിയാത്തവനായ ഈ ഞാൻ, അവിടെ ഒന്നും അറിയാതിരുന്നവനായ ഈ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് ഇവിടെ ഒന്നും അറിയാത്തവനായിരുന്നത്. അപ്പൊ താനവിടെ ഉണ്ട്. അവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. എങ്ങനെ? വിസ്ഫുലിംഗ യഥാചാഗ്നേഹി, അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്നത്. അഗ്നി ജ്വലിക്കുന്നു, ചെറുതായി വായു ഒന്ന് വീശിയാൽ മതി, ഉടനെ അത് പൊട്ടിത്തെറിക്കും, സ്ഫുലിംഗങ്ങളുണ്ടാവും. വായുവിന്റെ ഒരു ചെറിയ സാന്നിധ്യം മതി, ഉടനവിടെ സ്ഫുലിംഗങ്ങളുണ്ടാവും. അതുപോലെ മറ്റെന്തെങ്കിലും കാരണങ്ങളും അവിടെ ഉണ്ടാകും. യഥാ അഗ്നേർ വിസ്ഫുലിംഗ ജായന്തേ. പക്ഷേ ഉണ്ടായാൽ എത്ര സ്ഫുലിംഗങ്ങളുണ്ടായാലും അതിനെന്താണ്? അഗ്നിസ്വഭാവകാഹ, അഗ്നിസ്വരൂപം തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തം പറയുന്നത്. അഗ്നി വേറെ, അഗ്നിയിൽ നിന്നുണ്ടായ സ്ഫുലിംഗങ്ങൾ വേറെ എന്ന് കാണിക്കാൻ വേണ്ടിയല്ല, വേറെ ആക്കാൻ കഴിയത്തില്ല എന്നുണ്ട്. അത് അഗ്നി തന്നെയാണ്. അഗ്നി സ്ഫുലിംഗത്തെയും വേറെ ആക്കാൻ കഴിയുമോ? അത് അഗ്നി തന്നെയാണ്. അഗ്നിസ്വഭാവകാഹ എന്ന് വെച്ചാൽ അത് അഗ്നിസ്വരൂപം തന്നെ. അതുപോലെ സുഷുപ്താത്മന, സുഷുപ്തമായ സ്വസ്വരൂപം, അതിൽ നിന്നുണ്ടായ പ്രാണാദികൾ ആ സുഷുപ്തനായിരുന്ന താൻ തന്നെയാണ്. ആ സുഷുപ്തനായിരുന്ന തന്നിൽ നിന്നാണ് ഇതിനെല്ലാം ഗ്രഹിക്കുന്ന ഈ അഹന്ത ഉണ്ടായത്. അഹന്തെ ആശ്രയിച്ചിട്ടാണ് ഈ വരുന്ന ഇതന്ത എല്ലാം ഉണ്ടായത്. ഇത് എന്നുള്ള അനുഭവം, അഹന്ത അഹമഹം എന്നുള്ള അനുഭവം അവിടെ നിന്ന് വന്നതാണ്. അവിടെ ഇതുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെയും അഹമഹം എന്ന് പറഞ്ഞ് ഉറങ്ങാതിരുന്നില്ല. അവിടെ അങ്ങനെയല്ല, ഉറങ്ങി എന്ന് പറയുന്നു. അവിടെ ഇത് പോയി, അഹന്ത പോയി. അത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തോരും ഇതെന്താ വരും. രണ്ടും കൂടെ ബന്ധപ്പെടുന്നു. അഹന്തയും ഇതേന്റെയും തമ്മിൽ കൂടിച്ചേരുന്നു പ്രപഞ്ചാനുഭവം. അഹം ഇതം പശ്യാമി, ഞാനിതാ ഇതിനെ കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, അറിയുന്നു, ചിന്തിക്കുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് പ്രകടമായതാണ്. അവിടെ കേവലമായി അവശേഷിച്ചിരുന്ന ആ സത്തിൽ നിന്ന് അവിടെ ആ സത്തിനെ തനിക്ക് നിഷേധിക്കാൻ വയ്യ. ഞാൻ തന്നെയാണ് ഉണ്ടായിരുന്നത്, എന്റെ അസ്തിത്വം അവിടെയും നിലനിന്നിരുന്നു. അപ്പം അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം അത് തന്നെയാണ്. അവിടെ തെറ്റിദ്ധരിക്കരുത്. അഹം എന്ന് പറയുന്നത് ഈ ഞാനാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചതല്ല. നമ്മൾ മാണ്ഡവ്യത്തിൽ വിശദീകരിച്ചാണ്. എനിക്കതിനുള്ള ശേഷിയൊന്നുമില്ല. ഞാൻ ഈ സൃഷ്ടിപ്പെട്ടുപോയ ഒരാളാണ് ഞാൻ. ഞാനാണ് ഈ സൃഷ്ടിക്ക് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് ഞാനല്ല, മറിച്ച് അത്തുര്യൻ, എന്നെയും സൃഷ്ടിച്ചവൻ. അവനാണ് ഈ ജാഗ്രതത്തിനും ആ സ്വപ്നത്തിനും സുഷുപ്തിക്കും ആധാരമായിരിക്കുന്നവൻ എന്ന് തന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്.
മറ്റു ഭാഗങ്ങളിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതെല്ലാം സൃഷ്ടിയെ മനസ്സിലാക്കാൻ വേണ്ടി. ഇവിടെ സൃഷ്ടിയെ വർണ്ണിക്കുന്നതെല്ലാം തന്നെ ഗ്രഹിക്കാൻ വേണ്ടി. താൻ തന്നെയാണ് ഈ സൃഷ്ടിയായി ഇവിടെ വിലസുന്നത്. താൻ തന്നെയാണ്. തന്റെ സത്തയിൽ നിന്ന് അന്യമായി ഇതിനൊരു സത്തയില്ല. ആ തന്റെ സത്തയാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഏകരൂപത്തിലിരിക്കുന്നത്. ആ തന്റെ സത്ത തന്നെയാണ് ഈ ജഗത്തായും ജഗത്സൃഷ്ടാവായും ഇരിക്കുന്നത് എന്ന് തന്നെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാകുന്നു. താനാണ് സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്നത് എന്ന് തന്നെ കുറിച്ച് നേരിട്ടൊരു ബോധം ഉണ്ടാകുന്നതിന് നേരിട്ട് ശ്രുതി ഇവിടെ ബോധിപ്പിക്കുകയാണ്. അതിനുവേണ്ടി സ്വീകരിച്ച ഏറ്റവും എളുപ്പമായ വഴിയാണ് പറഞ്ഞത് ആ സുഷുപ്താദാത്മനഃ, ആ സൗഷുപ്ത ആത്മാവ്, അവനിൽ നിന്നാണ് ഈ ജാഗ്രതത്തിൽ വന്ന് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവനിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ആ തന്റെ ഉണ്മ തന്നെയാണ്, തന്റെ സ്വരൂപം തന്നെയാണ്. ഈ ഒരു ബോധം, ഈ ഒരു അറിവ്, അതാണ് ഒരു ജീവനിൽ വരേണ്ടത്. ഈ അറിവിലാണ് അവന് തന്നെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം ഇല്ലാതാകുന്നത്. ഈ അറിവിലാണ് അവൻ സ്വയം അറിയുന്നത് എന്താണ് താൻ കൃതകൃത്യനായി, താൻ സംസാര ബന്ധനത്തിൽ നിന്നും വിമുക്തനായിരിക്കുന്നു, താൻ സർവാത്മാവായിരിക്കുന്നു, താൻ മുക്തനായിരിക്കുന്നു. അങ്ങനെ ആ ശ്രോതാവിന്റെ ഉള്ളിൽ ഈ ഒരു ബോധം, അതെല്ലാം ഈ ബോധത്തിന്റെ ഫലമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്നത് എന്നാണ് പറയുന്നത്.